ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഓതൻറ്റിക്കായിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് തന്നെ ഫേസ് എക്സസൈസിലാണ്, അല്ലാതെ ഫേസ് യോഗയിലല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവർ പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രീയമായ ടെർമിനോളജികളൊക്കെ ഉപയോഗിക്കുന്നുള്ളത്. ഏത് തരം ടെർമിനോളജികൾ? ഈ ലിംഫാറ്റിക് ഡ്രെയിനേജും അല്ലെങ്കിൽ ഫേഷ്യൽ ടോണിംഗ് എന്നോ ഈ ഇവിടെ നിന്നൊക്കെ ഞെക്കിയിട്ട് ഈ ലിംഫിനോട്ടൊക്കെ പോകുന്ന ഇതുണ്ടല്ലോ. ക്ലയൻസ് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. ഫേസ് യോഗ എന്നത് റാൻഡം ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കുറച്ച് മസാജും മാത്രമല്ല, ഓരോ മസിൽസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര പ്രഷർ നിങ്ങളുടെ ടിഷ്യൂസിന് കൊടുക്കണം, എന്ത് വന്നാൽ നിങ്ങൾക്ക് സാഗിങ് വരും എന്നുള്ള ഈ ഓരോ മസിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫേസ് യോഗ പറയുന്നവരാരും ഈ മസിലിൻ്റെ അനാറ്റമിയോ അതിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫേസ് യോഗ പഴയ യോഗയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫേസ് യോഗ വർക്ക് ചെയ്യോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫേസ് യോഗ പൗരാണികമായിട്ടുള്ള ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പൗരാണികമായിട്ടുള്ളത് എന്നല്ല, ഒരു 90കളിലെയൊക്കെ പുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ യാതൊരു സാധ്യതയില്ല. പൗരാണികമായിട്ടുള്ള യോഗയുടെ പുസ്തകങ്ങളൊക്കെ ഏതാണ്? എല്ലാവരും ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പതഞ്ജലിയുടെ യോഗസൂത്ര ആയിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഹഠയോഗ പ്രദീപിക, ഇല്ലെങ്കിൽ ഖേരണ്ട സംഹിത, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ്, പഴയ പുസ്തകങ്ങളാണ് സാധാരണ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പോലും വായിക്കാൻ കിട്ടും. ഇതിനകത്ത് എവിടെയും ഫേസ് യോഗ അല്ലെങ്കിൽ മുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗയുടെ കാര്യമൊന്നും അതിനകത്ത് യാതൊന്നും പറയുന്നില്ല. ഇനി ആദ്യം എൻ്റെ അടുത്ത് വന്ന് യോഗ പഠിക്കൂ, ബാക്കിയുള്ള ട്രെയിനേഴ്സിനേക്കാൾ വ്യത്യാസമാണ്, ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളരെ യങ് ആയിട്ടും കരിസ്മാറ്റിക് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇതിന് ഈ ഫേസ് യോഗ വിൽക്കുന്നെങ്കിലും അവർ ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനോ കോസ്മെറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മേക്കപ്പ് ഷീ ചാർജസ് 2000 ഫോർ ഹെർ കോഴ്സ്. 50+ പീപ്പിൾസ് ഉണ്ട് ഒരു ബാച്ചിൽ തന്നെ. 50-ലധികം ആൾക്കാർ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ ഒരാൾക്ക് 2000 രൂപയാണ് പെർ ഹെഡ് ഫീ എന്ന് പറയുന്നത്. 10 ദിവസത്തേക്കാണ് ഈ 2100 രൂപയാണ് മക്കളെ 10 ദിവസത്തേക്ക് എന്നാണ് പറയുന്നത്. 10 ദിവസത്തേക്കുള്ള ക്ലാസ്സിന് നമ്മുടെ പാർവതി ചാർജ് ചെയ്യുന്നത് 2100 രൂപയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇതുപോലെ തന്നെയാണ്. എന്നിട്ട് ജെനുവിൻലി അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ബോക്സ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യും. ഇതല്ലേ നിങ്ങളുടെ സ്ഥിരം പരിപാടി? പുള്ളിക്കാരത്തിൽ ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങൾ ആരെങ്കിലും ഫേസ് യോഗ ചെയ്യുന്നവരാണോ? ഫേസ് യോഗ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ ഒന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പാർവതി കൃഷ്ണനോട് ചോദിക്കുന്നതാണ്. പാർവതി കൃഷ്ണ ഈ കുറച്ച് നാളിന് മുമ്പെങ്കിലും ഇപ്പോഴുണ്ടോയെന്ന് അറിയത്തില്ല, കുറേ ആൾക്കാർ എനിക്ക് പല സമയങ്ങളിൽ അയച്ചിട്ടുണ്ട് നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ പ്രൊമോട്ട് ചെയ്യുന്നുള്ള കാര്യം. ഗ്ലൂട്ടാത്തയോൺ പ്രൊമോട്ട് ചെയ്യാനുള്ള എന്തൊരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് താങ്കൾക്കുള്ളത്? താങ്കൾ ഡോക്ടറാണോ? അതിന് മാത്രം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാമോ? ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം എന്താണ്? കാരണം താങ്കൾ അന്ന് ഇട്ടേക്കുന്നൊരു വീഡിയോ ഏതാണ്ട് ഗ്ലൂട്ടാത്തയോൺ പാർവതി കൃഷ്ണ ഗ്ലൂട്ടാത്തയോൺ സെർച്ച് ചെയ്താൽ കിട്ടും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് 2.3 മില്യൺ വ്യൂസാണ് അന്ന് പാർവതി ഗ്ലോയിങ് സ്കിൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഇത് ചോദിക്കാനുള്ള കാര്യം, പാർവതി കൃഷ്ണയെ നമ്മുടെ ഇവിടെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ ഒരു ഫേസ് യോഗയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ ഫേസ് യോഗയെ വിമർശിച്ചുകൊണ്ടും ആ ഒരു കാര്യത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടും അത് പൊള്ളയാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖർ രമേശ്, അദ്ദേഹം ലൂസി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് സ്യൂഡോ ലെവലിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാധനത്തിന് പൊളിച്ചടുക്കുന്ന സംഭവമാണ്. അഥവാ സയൻറ്റിഫിക് ആയിട്ടോ ആ വ്യക്തിപരമായിട്ടൊന്നുമില്ല, ആ ഒരു കോണ്ടന്റിൽ ബേസ്ഡ് ആയിട്ടുള്ള അത്രയും നല്ലൊരു ചാനലാണ്. ഞാൻ നന്നായിട്ട് കാണുന്നൊരു ചാനലാണ്. അവർ ലിറ്റ്മസ്, നമ്മുടെ എസൻസ് ഗ്ലോബലൊക്കെ അറിയാമല്ലോ, അതിനകത്തൊക്കെ ഉള്ളൊരു അദ്ദേഹം ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പാർവതി കൃഷ്ണയുടെ ഫേസ് യോഗ ഡിബങ്കിങ് ചന്ദ്രശേഖർ രമേശ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് വീഡിയോ വന്നതിൻ്റെ താഴെയും നമ്മുടെ പാർവതി കൃഷ്ണ പോയിട്ട് അതിനകത്ത് ഒരുപാട് ഇദ്ദേഹം റിഗ്രറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടേക്കുന്നു. ഞാൻ പാർവതി പരിഹസിച്ച് പറഞ്ഞതല്ല. ഇനി പാർവതിയോടുള്ള ചോദ്യങ്ങളും ഇനി ഈ സംഭവമായിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നതുമാണ്. ഇനി ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുറച്ച് നാളിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവരുടെ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ പ്രൊമോഷൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അന്ന് എനിക്ക് സത്യം പറഞ്ഞ തിരക്ക് കാരണം ഞാൻ അന്ന് വീഡിയോ വിട്ടു. പക്ഷെ ഞാൻ ഇന്ന് സ്ട്രൈറ്റ് ആയിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആധികാരികത ഉണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്? ഏതാണ്ട് 2 മില്യണോളം പോയിട്ടുള്ള ആ ഒരു വീഡിയോ, ഗ്ലൂട്ടാത്തയോണിൻ്റെ വീഡിയോ ആണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനത്തിൻ്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള സാഹചര്യങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് താങ്കൾക്ക് അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ താങ്കൾ അത് ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ.
ഫേസ് യോഗയുടെ കാര്യത്തിനകത്ത് ഞാൻ ആദ്യം നമ്മളെല്ലാ കാര്യത്തിനകത്ത് നമ്മൾ ഗൂഗിളിനെ സമീപിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിച്ചു ഇത് TMJ ഇഷ്യൂസ് പല ആൾക്കാർക്കും അറിയാതെ നിങ്ങൾക്ക് ഇവിടെ 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 വേദനിക്കും, ഈ താടിയലിൻ്റെ ഇവിടെ ഈ ഭാഗം വേദനിക്കും. ഇവിടെ TMJ എന്ന് പറഞ്ഞൊരു ജോയിന്റ് ഉണ്ട്, അതിൻ്റെ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിനകത്ത് ഈ ഫേസ് യോഗ ചെയ്യുന്ന പല വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ അവരെല്ലാവരും പരമാവധി താടിയലിന് ഭയങ്കരമായിട്ടുള്ള ഒരു പണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഈ നമ്മുടെ ഈ TMJക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചപ്പോൾ യെസ്, ഗൂഗിൾ പറഞ്ഞു യെസ്, ഫേസ് യോഗ ക്യാൻ ഡാമേജ് ദ TMJ joint and negatively affect the jawline if done incorrectly, forcefully or excessively. കൂടുതലായിട്ട് ചെയ്താലോ, ഇത് നന്നായിട്ട് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന സാഹചര്യം വന്നാലോ ഇതെല്ലാം നമ്മുടെ ഈ TMJ ഇഷ്യൂസ് ഉണ്ടാക്കും. TMJ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൈറോപ്രാക്ടിക് അല്ലെങ്കിൽ എന്താ പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കാണേണ്ട സാഹചര്യം വരും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരത് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് TMJ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, എന്താണ് ഓവറസ് ഇഞ്ചുറീസ് ഉണ്ടാവാം, വീക്കൻഡ് ജോലൈൻ ഉണ്ടാവാം. ജോലൈൻ ഇതൊക്കെ വീക്കാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊന്ന്, നമ്മളെ ഈ ഫേസ് യോഗ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിനകത്തും പറയുന്നു ഫേസ് യോഗ ക്യാൻ ലെഡ് ടു ഇൻക്രീസ് റിങ്കിൾസ്, ഡീപ്പൻഡ് എക്സ്പ്രഷൻ ലൈൻസ് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ ഇഫ് പ്രാക്ടീസ് ഇൻകറക്ട്ലി ഓർ എക്സസീവ്ലി. കൂടുതലായിട്ട് ചെയ്യുകയോ ഇത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിലോ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പാർവതി കൃഷ്ണ പറയും എനിക്ക് സ്വാഭാവികമായിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ സംഭവം ഇല്ല. ഇനി നമുക്ക് ഇദ്ദേഹം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കടക്കമുള്ള ഉത്തരങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്, സയന്റിഫിക് ആയിട്ടാണ്, അല്ല ചുമ്മാ പുള്ളി ബ്ലാ ബ്ലാ പറയുന്നതല്ല. നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഫേസ് യോഗ. എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഫേസ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൗരാണികമായിട്ടുള്ള ഭാരതത്തിന്റെ ഏതോ പരമ്പരാഗത രീതിയിലുള്ള യോഗയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു സാധനമാണെന്നാണ് പലരും മാർക്കറ്റ് ചെയ്യുന്നതും. അതുപോലെയുള്ള ഹോളിസ്റ്റിക് ടേമുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ധാരാളം വീഡിയോ ഇടുന്നുണ്ട് ഫേഷ്യൽ യോഗയെ പറ്റിയിട്ട്. അതായത് പുതിയതായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ഫേസ് യോഗ പോലെയല്ല, ഇത് പ്രത്യേകതരം ഫേസ് യോഗയാണ്. കൂടുതലും ലിംഫാറ്റിക് ഡ്രെയിനേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നത്. എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. എന്റെ ഫേസ് യോഗ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ ആണ്. പല ഫേസ് യോഗ ക്ലാസ് അറ്റൻഡ് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ് എന്ന് നമുക്ക് തോന്നും. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അതുപോലെ മസിൽസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഉണ്ട്, ലിംഫ് ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ ഇത് ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. ക്ലൈൻസ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. ഫേസ് യോഗ എന്നത് റാൻഡം ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കുറച്ച് മസാജും മാത്രമല്ല, ഓരോ മസിൽസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര പ്രഷർ നിങ്ങളുടെ ടിഷ്യൂസിന് കൊടുക്കണം, എന്ത് വന്നാൽ നിങ്ങൾക്ക് സാഗിങ് വരും എന്നുള്ള ഈ ഓരോ മസിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫേസ് യോഗ പറയുന്നവരാരും ഈ മസിലിന്റെ അനാറ്റമിയോ അതിന്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നോ ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫേസ് യോഗ പഴയ യോഗയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഫേസ് യോഗ വർക്ക് ചെയ്യോ, ഈ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫേസ് യോഗ പൗരാണികമായിട്ടുള്ള ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പൗരാണികമായിട്ടുള്ളത് എന്നല്ല, ഒരു 90കളിലെയൊക്കെ പുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ യാതൊരു സാധ്യതയില്ല. പൗരാണികമായിട്ടുള്ള യോഗയുടെ പുസ്തകങ്ങളൊക്കെ ഏതാണ്? എല്ലാവരും ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പതഞ്ജലിയുടെ യോഗസൂത്ര ആയിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഹഠയോഗ പ്രദീപിക, ഇല്ലെങ്കിൽ ഖേരണ്ട സംഹിത, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ്, പഴയ പുസ്തകങ്ങളാണ് സാധാരണ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പോലും വായിക്കാൻ കിട്ടും. ഇതിനകത്ത് എവിടെയും ഫേസ് യോഗ അല്ലെങ്കിൽ മുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗയുടെ കാര്യമൊന്നും അതിനകത്ത് യാതൊന്നും പറയുന്നില്ല. ഇനി ആദ്യം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇത് യോഗ എന്ന് പറയുന്ന ടേം ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, നമ്മൾ ഈ പല ആൾക്കാരും ഈ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും അവരെല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ യോഗ. യോഗ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എങ്കിലും പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ് ഈ പരമ്പരാഗതമായിട്ട് പ്രാചീന കാലഘട്ടം മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം അങ്ങനെയൊക്കെ തരത്തിലാണ്. ആരോഗ്യത്തിന് നല്ലതാണ്, ജിമ്മിൽ പോകേണ്ട ഒന്നും വേണ്ട, വീട്ടിൽ തന്നെ ചെയ്യാം, നമ്മുടെ സ്വന്തം, നമുക്ക് വേറെ വെയിറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ജിമ്മിൽ പോണ പരിപാടി പോലെ അല്ല, സെൽഫായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതിനകത്താണ് ഈ സൂര്യ നമസ്കാരം, മറ്റ് പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാവും, ശീർഷാസനം, മറ്റ് പലതരത്തിലുള്ള ആസനങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന എവിടെയും ഇപ്പം ഞാനും വായിച്ചിട്ട് ഉള്ള ഒരു പുസ്തകങ്ങളിൽ എവിടെയും കേൾക്കാത്തൊരു സാധനമാണ് ഫേസ് യോഗ, മുഖ യോഗ അല്ലേ, മുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗ പരിപാടി. ഇത് ശരിക്കും ഇവർ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വീട്ടമ്മമാരായിക്കോട്ടെ, ഇതിനകത്ത് ഇപ്പം പാർവതി കൃഷ്ണ വീട്ടമ്മമാർക്കായിരിക്കും എടുക്കും തോന്നുന്നു. ഇനിയിപ്പം യുവാക്കളുണ്ടോ എന്നുള്ളവർ എനിക്കറിയത്തില്ല. കാരണം വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളാണ് മെയിനായിട്ട് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കമൻറ്റ് ഞാൻ കണ്ടല്ലോ. ആ കമൻറ്റിൻ്റെ അകത്ത് പറയുന്നത് ഒരു
ഒരു സെക്കൻഡ്, ആ കമൻറ്റ് ഞാൻ വായിച്ചു തരാം. ഷീ ഹെർസെൽഫ് വിസിറ്റ്സ് കോസ്മെറ്റോളജിസ്റ്റ്. ഓക്കെ, ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാറുണ്ട്. ഓക്കെ, വീഡിയോ ഫ്രം ദാറ്റ് ക്ലിനിക് ഹാവ് സീൻ. ഷീ ചാർജസ് 2000 ഫോർ ഹെർ കോഴ്സ്. 50+ പീപ്പിൾസ് ഉണ്ട് ഒരു ബാച്ചിൽ തന്നെ. 50-ലധികം എന്താണ് ആൾക്കാർ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരു ബാച്ചിൽ ഒരാൾക്ക് 2000 രൂപയാണ് പെർ ഹെഡ് ഫീ എന്ന് പറയുന്നത്. 10 ദിവസത്തേക്കാണ് ഈ 2100 രൂപയാണ് മക്കളെ 10 ദിവസത്തേക്ക് എന്നാണ് പറയുന്നത്. 10 ദിവസത്തേക്കുള്ള ക്ലാസ്സിന് നമ്മുടെ പാർവതി ചാർജ് ചെയ്യുന്നത് 2100 രൂപ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, 50 പേരെന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയോളം അല്ലേ പ്ലസ് വരും. ഇനി നല്ല കാര്യം, 10 ദിവസം കൊണ്ടൊക്കെ അത്രയും കിട്ടും. പക്ഷേ അതിനുള്ള എഫർട്ട് എടുക്കുമായിരിക്കും. എന്താണെങ്കിലും പറഞ്ഞു വന്ന കാര്യം, അത് യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ആൾക്കാർ ഇപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ കൊറിയൻ ഡ്രാമ, മറ്റത് കേപ്പോപ്പ്, പല കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഈ കൊറിയക്കാരെ പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ യുവാക്കളിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പല മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, സ്റ്റൈലിലായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫേസിൻ്റെ സംഭവത്തിൻ്റെ അകത്ത് ഈ ചബ്ബി ആയിട്ടുള്ള ഫേസ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ എന്താണ് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ചാടി നിൽക്കുക, കണ്ണിൻ്റെ ഈ ഭാഗത്ത് ചാടിക്കുക, ഇപ്പോൾ ഇതൊക്കെ പല കാര്യങ്ങളും, ഇപ്പോൾ റിങ്കിൾസ് മറ്റു പല കാര്യങ്ങളും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് പല ആൾക്കാരും വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പണ്ട് നമ്മുടെ മോട്ടിവേഷനിൽ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ഈ തരത്തിലുള്ള ആൾക്കാരാണ് വളരെ കൂടുതൽ. ഇതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാർ ഇതിനകത്ത് ചാടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ അനക്കുകയും ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയും ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു സംഭവം വരും. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ജോ ലൈൻ സെറ്റാവും. ഇങ്ങനെ പലതരത്തിലാണ് ആൾക്കാർ സത്യം പറഞ്ഞ് കാണുമ്പോൾ പാർവതി കൃഷ്ണ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാർവതി കൃഷ്ണ വളരെയധികം ഫെയറും അതോടൊപ്പം തന്നെ കുറച്ച് നാൾ ചബ്ബിയായിരുന്നു. അതിനുശേഷം അവരുടെ ചബ്ബി ഫേസ് മാറി അവർ ഇത് ചെയ്തിട്ടാണ് ഇത് മാറ്റം വന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇടയ്ക്ക് ഞാൻ പല സമയങ്ങളിലും പാർവതി കൃഷ്ണയുടെ പല വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണ് നടക്കുന്നത്. അതിനകത്ത് നിങ്ങളെ കണ്ടിട്ട് പ്രായമുള്ള സ്ത്രീയെ പോലെ തോന്നുന്നു, അപ്പോൾ നിങ്ങൾ എന്നെ ആയിരിക്കില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് അവിടെ ഒരിടത്ത് കമൻറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കളിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവം പല ആൾക്കാരും അയച്ചതാണ്. പിന്നെ വേറെ കുറേ ആൾക്കാർ ഇവരുടെ ഈ ഒരു പല സംഭവങ്ങളും പല സാഹചര്യങ്ങളിൽ അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളത് പറയുമ്പം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ ഇദ്ദേഹത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. എന്താണ് യോഗ എന്നുള്ളതാണ്. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നാണ് അർത്ഥം. ശരീരത്തിനെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ പരമാത്മാവിനെയും ഭൗതികമായിട്ടുള്ള ഒരാളുടെ ആത്മാവിനെയും ഒന്നിക്കുക എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളാണ് കൂടുതലും ഒരു ഇസോറ്ററിക് ആയിട്ടുള്ള മിസ്റ്റിസിസമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും ഈ യോഗയ്ക്കകത്തുള്ളത്. അപ്പോൾ പിന്നെ ഫേസ് യോഗ എന്നുള്ള സംഗതി ഈ പഴയ സാധനങ്ങൾക്കകത്തൊന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മാത്രമല്ല യോഗ പറയുന്ന കാര്യം എന്താ, ഇതുപോലെ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ രോഗം മാറ്റുന്നതിൻ്റെ കാര്യത്തിനായിട്ടോ ഒന്നും അല്ല യോഗ പറയുന്നത്. യോഗ പറയുന്നത് അതിനകത്ത് നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ സംസാരിക്കുന്ന കാര്യം മോക്ഷത്തെ കുറിച്ചിട്ടാണ്. എങ്ങനെ മോക്ഷം അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ രീതിയിൽ ഇരുന്ന് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഴയ ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്. അത് ഈ പറയുന്ന ഫേസ് യോഗയായിട്ട് ബന്ധമില്ല. പിന്നെ ഈ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് വന്നു? ഈ കാണിച്ചിരിക്കുന്ന ലേഡിയുടെ കാര്യം നമുക്ക് എടുക്കാം. ഫുമിക്കോ കാക്കാറ്റ്സു എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും മുഖത്ത് ചെറിയ അസിമെട്രി പോലെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. അതായത് കോണിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ശരീരത്തിന് നമുക്കറിയാലോ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ സാധാരണ റീഹാബിലിറ്റേഷൻ ഒക്കെ ചെയ്ത് റീഹാബിലൊക്കെ പോയിട്ട് ആ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് ശരിക്കും നന്നായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ നമുക്ക് പറ്റിപ്പോയ. ഈ സിമെട്രിക് അസിമെട്രിക് അതറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ ചില സമയങ്ങളിൽ ഈ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോയും പിന്നെ നിങ്ങൾ ബാക്ക് ക്യാമറ വെച്ച് എടുക്കുന്ന സമയത്ത് ഒരു കോണിപ്പ് പോലത്തെ വന്നിരിക്കില്ല. അത് അസിമെട്രിക് ആയിട്ടുള്ള സംഭവമാണ്. അത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന നമ്മുടെ ഫേസ് അല്ല റിയലായിട്ട് മറ്റൊരാൾ നേരിട്ട് കാണുന്ന സമയത്തുണ്ടാവുക. നമ്മൾ കാണുന്ന ഫേസേ അല്ല സത്യം പറഞ്ഞാൽ. റിയലായിട്ട് കാണുന്ന സമയത്ത് ചില ചേഞ്ചസ് വരും. അതിൻ്റെ റീസൺ ഈ അസിമെട്രിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ അസിമെട്രിക് ആയിട്ടുള്ള സംഭവങ്ങളെ മാറ്റുക അല്ലെങ്കിൽ അതിനെ സിമെട്രിക് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പം മ്യൂവിങ് എന്നുള്ള പരിപാടിയുണ്ട്. അതിപ്പോൾ യുവാക്കൾക്കിടയിൽ വളരെയധികം പ്രചാരത്തിലുള്ള സംഭവം. മ്യൂവിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് ഈ പല്ലിൻ്റെ പുറവശത്ത് നാവ് മേൽഭാഗത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ ഈ കവിളിങ്ങനെ ഒട്ടി ഇവിടെയൊക്കെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഷേപ്പായിട്ടൊക്കെ വരും, ജോ ലൈൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബ്യൂട്ടി സംഭവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആയിട്ടൊക്കെ മാറിയിരിക്കുന്നത്. സോ അതിൻ്റെ മറ്റൊരു പാർട്ടാണ് ഈ പറഞ്ഞ ഫേസ് യോഗ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ബാക്കി എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ശരീരത്തിനെ നന്നാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ പലപ്പോഴും ഫിസിയോതെറാപ്പിയും റീഹാബിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ആക്സിഡൻ്റ് ശേഷം തിരിച്ചത്. അപ്പോൾ അവർക്ക് തോന്നി എന്നാൽ ഫേസിനും കൂടെ ഒരു എക്സസൈസ് ചെയ്താൽ, ഒരു ഫേസ് മസിൽസിന് ഒരു എക്സസൈസ് ചെയ്താൽ നല്ലതല്ലേ. അങ്ങനെ അവർ വിഭാവനം ചെയ്ത ഒരു സാധനമാണ് ശരിക്കും ഈ ഫേസ് യോഗ. 2000-ന് ശേഷം ഈ പറയുന്ന ഫുമിക്കോ കാക്കാറ്റ്സു എന്ന് പറയുന്ന ആൾ വിഭാവനം ചെയ്തത്. കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ മുഖത്ത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ്, ചുളുക്കുകളും കാര്യങ്ങളും എല്ലാം മാറി കിട്ടും, റിങ്കിൾസ് എല്ലാം മാറി കിട്ടും. അതുപോലെ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എന്നുള്ളത് കൊണ്ടുവന്നത് തന്നെ ശരിക്കും ഇവരാണ്.
അതിനുശേഷം യോഗ എന്നുള്ളൊരു വാക്ക് സെല്ല് ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഈ യോഗയുടെ ഈ സാധനം എടുത്തുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല എന്നുള്ളതാണ്. ഇനി ഈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ സീരിയസ്ലി യോഗ എന്നുള്ള സാധനത്തിലൂടെ ഇതിനെ സെല്ല് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ നമ്മുടെ ഫേസ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ് എക്സസൈസ് ആണ് ഇതിൻ്റെ പുറകിൽ എങ്കിലും ഫേസ് യോഗ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും അവർ ഇപ്പം പാർവതി ആരാ? പാർവതി ശരിക്കും പറഞ്ഞാൽ ഒരു നടിയാണ്. അതുപോലെ തന്നെ ആങ്കറിങ് മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ഒരു ഓണ്ടർപ്രണറും കാര്യങ്ങളൊക്കെയാണ്. അവർ പലതരത്തിലുള്ള ബിസിനസ്സും എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അവർ ഉയർന്നു വരുന്നതിന് നമ്മളെപ്പോഴും അതിൽ നല്ലത് വരട്ടെ എന്നേ പറയാറുള്ളൂ. ബട്ട് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇപ്പം പാർവതിയുടെ ക്ലാസ്സിൻ്റെ അകത്ത് വന്ന് ഇത് 10 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് പോയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇനി അത് പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. 10 ദിവസത്തെ പാർവതി പറയുന്നു, നിങ്ങൾ മറ്റ് പല ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അത് തുടക്കത്തിൽ കണ്ടില്ല. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇവരുടെ വിമർശനം പല ആൾക്കാർ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറഞ്ഞ പല കാര്യങ്ങളും ഇവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ അവർ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അഥവാ അവർ വിമർശിച്ചുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മെസ്സേജ് ഇടുന്നതിനെ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അവരെന്തോ പറഞ്ഞിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയക്കകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള വിമർശനങ്ങൾ വരും. ഇത് ഈ ചന്ദ്രശേഖർ സാറിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും പാർവതി അവിടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ പാർവതി പരിഹസിച്ചും പാർവതി തിരിച്ച് മറുപടി പറഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ളൊരു അസഹിഷ്ണുത കാണുന്നുണ്ട്. അത് എന്താണെന്നോ ഇൻടോളറൻസിൻ്റെ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മേ ബി പുള്ളിക്കാരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം അത് എതിർത്ത് പറയുന്നത് കൊണ്ടുള്ള ഒരു ചിലപ്പോൾ ഒരു ട്രിഗർ ആവുന്നതുകൊണ്ടാവാം മേ ബി. എൻ്റെ അടുത്ത് വന്ന് യോഗ പഠിക്കൂ, ബാക്കിയുള്ള ട്രെയിനേഴ്സിനേക്കാൾ വ്യത്യാസമാണ്, ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളരെ യങ് ആയിട്ടും കരിഷ്മാറ്റിക് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇതിന് ഈ ഫേസ് യോഗ വിൽക്കുന്നെങ്കിലും അവർ ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റോ കോസ്മെറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടായിരുന്നു. അതായത് ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് അതും ഈ TMJ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. പാർവതി കൃഷ്ണ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആലോചിക്കുന്നത് ഫേസ് യോഗ ചെയ്യുന്നു, ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ ചേഞ്ച് ആക്കുന്ന രീതിയിൽ മുഖത്തിനെ ഗ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ മുഖത്തിനെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത പാർവതി കൃഷ്ണ തന്നെ കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ സേവനം ലഭ്യമാക്കി എന്നുള്ള കാര്യമാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കുറേ അധികം ആൾക്കാരെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളൊരു കോൺടാക്റ്റും കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളവരാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പച്ചക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരത്തിലുണ്ടെന്ന് പറയുന്ന പല ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല പൈസ കിട്ടും. കാരണം ഇവർക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോഴും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടും. ഇവരിതൊക്കെ നല്ല പൈസ മുടക്കി മറ്റ് പല സ്ഥലങ്ങളിൽ എസ്തെറ്റിക് പല പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കോസ്മെറ്റോളജിസ്റ്റിൻ്റെ സേവനത്തോടു കൂടി നല്ല രീതിയിൽ പണം മുടക്കി അവരുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഈ പറയുന്ന ഗ്ലൂട്ടാത്തോൺ വാരിക്കലക്കി കുടിച്ച് മറ്റ് പല സംഭവങ്ങളും വാരിക്കലക്കി നിങ്ങളെ കിഡ്നി, നിങ്ങളുടെ ലിവറും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെയും കേടുവരുത്തി നിങ്ങളുടെ ശരീരത്തിന് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് വരുന്ന മാരക രോഗങ്ങളെ നിങ്ങൾ നേരത്തെ വള്ളി പോലെ പിടിച്ചു വെച്ചിട്ട് ഇതിനൊന്നും പിന്നീട് ആരും നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തില്ല. പിന്നീട് നിങ്ങൾക്ക് ഈ അസുഖം വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന ആളിന്നതൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് കഴിച്ചിരുന്നു. സോ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗ്ലൂട്ടാത്തോണിൻ്റെ മറ്റെന്തൊക്കെയോ ടാബ്ലറ്റ് കലക്കി കുടിച്ചൊരു കുട്ടിയുടെ വളരെ ഗുരുതരമായ രീതിയിൽ അതിൻ്റെ പ്രശ്നത്തിലേക്ക് പോയി. അവസാനം എന്തോ ഭാഗ്യത്തിനാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പറയുന്നതിനെ ഒരു ഇതുമില്ല. നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്ത് എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണും. എനിക്കതേ പറയാനുള്ളൂ ആദ്യമേ. ഇതൊന്നും അല്ലെങ്കിൽ ഇന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയാണ്. മൊബൈൽ നിങ്ങൾ ഒരു ഐഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡേറ്റ അല്ല തരുന്നത്, അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഏറ്റവും വൃത്തിയായി കാണിക്കത്തക്ക രീതിയിലാണ് തരുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് ഇതുപോലെ അവരുടെ സ്കിൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ? ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അല്ലേ? സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റഡീസിന്റെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തത് 2018 ജാമയിൽ വന്ന സ്റ്റഡിയാണ്. അപ്പോൾ കൊള്ളാവുന്ന ഒരു സ്റ്റഡി എന്ന് പറയാനുള്ളത് ശരിക്കും ജാമയിൽ വന്ന സ്റ്റഡിയാണ് 2018. അത് ഫേസ് യോഗ എന്ന് പറഞ്ഞല്ല, പ്രധാനമായിട്ടും ഫേഷ്യൽ മസിൽസിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടോ അല്ലെങ്കിൽ ആന്റി ഏജിങ് എഫക്ട് കിട്ടുമോ എന്ന് നോക്കാനായിട്ട് 10-28 പേരെ ഒരു 40-60 വയസ്സിനിടയിലുള്ള കുറച്ച് പേരിൽ നടത്തിയ ഒരു പൈലറ്റ് സ്റ്റഡി ജാമയിലുള്ളത് 2018 ഇത് നടത്തുന്നത്. പക്ഷേ ആ സ്റ്റഡിയിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് പറയണം, നിങ്ങൾക്ക് ഒരു 2.5 വയസ്സിൻ്റെ ഒരു പ്രായം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ തോന്നൽ പറയുന്നതിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സ്റ്റഡിയിൽ വന്ന പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുഴുവനായിട്ട് ആ സ്റ്റഡി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഒരു 20 ആഴ്ചയൊക്കെ നടത്തിയ ഒരു പഠനമായതുകൊണ്ടും ഇത് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പൈലറ്റ് സ്റ്റഡി പോരാ. ഇനി ഫേഷ്യൽ മസിൽസിന് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ വേറൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിനകത്തും കണ്ട റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ടുകളല്ല. കാര്യം അവിടെ നമ്മൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റാൻഡമൈസേഷൻ, ഡബിൾ ബ്ലൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഏറ്റവും തെളിവുകളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ പിരമിഡിൽ ഏറ്റവും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വരുന്നതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിവ്യൂസ് നോക്കിയാലോ, സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഉള്ള പഠനങ്ങളിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? സിസ്റ്റമാറ്റിക് റിവ്യൂസിൽ കാണുന്നത് there is not enough evidence to say that there is any anti-aging properties എന്നാണ്. നിങ്ങളുടെ
അതായത് ഈ പറയുന്ന നമ്മുടെ ഈ ഫേസ് യോഗ പോലുള്ള പരിപാടികളുടെ ഒരു ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം വളരെ ഗവേഷണങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് ആൻഡ് റിവ്യൂസ് ഇല്ലാത്ത ഒന്നും ഈ ഒരു സംഭവത്തിന് ഒരു എവിഡൻസ് ഇല്ല. അപ്പോൾ ആ ഒരു യാതൊരു എവിഡൻസും ഇല്ലാത്തൊരു സാധനത്തിനാണ് ഇവിടെ പല ആൾക്കാരും സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ് യോഗ ചെയ്യുന്നത് പാർവതി കൃഷ്ണ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീര ഘടന കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു നന്നായിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ ഞാനും ആവാം എന്നുള്ള ശ്രമത്തിൽ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ പരിപാടിയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ള കാര്യം ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാർക്ക് ഇപ്പം തന്നെ അത് ചൊറിഞ്ഞ് കയറി ഇപ്പോൾ എന്നെ തെറി വിളിക്കാൻ വരും, അത് നമുക്കറിയാം. അതൊരു പ്രശ്നമല്ല. എന്തായിരുന്നാലും ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല, നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്യത്തില്ല. ഓക്കെ, എനിക്കത് അതിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിനും നമ്പർ ഉണ്ടെന്ന് പറയുന്ന ഈ മലയാളികളുടെ ഇടയിൽ ഇത്രയും തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിങ്കിൾസ് കുറയുന്നോ, ആൻറ്റി ഏജിങ് പോകാനോ ഒക്കെ ഇതൊരു ഗുണകരമായിട്ട് ഒരു സ്റ്റഡിയിലും കാണുന്നില്ല. പിന്നെ എന്താണ് ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഖത്തിങ്ങനെയൊക്കെ ഇട്ടാക്കുന്നത് വഴി അത് അവർക്ക് ഒരു കലാപരിപാടി എന്നുള്ള രീതിയിൽ ചുമ്മാ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെ പലവണ പറയുന്നുണ്ട്, എൻ്റെ കീഴിൽ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് തെളിവുള്ള ഒരു കാര്യമാവണമെന്നില്ല. ഈ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഫേസ് യോഗയ്ക്ക് ഒരു തെളിവാവുന്നില്ല. സിംപ്ലി മീൻസ് നിങ്ങളുടെ അടുത്ത് 3 ഡോക്ടർമാർ വന്ന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രൊമോഷനായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫേസ് യോഗ എന്ന് പറയുന്ന 2000-ന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഓതൻറ്റിക്കായിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് തന്നെ ഫേസ് എക്സസൈസിലാണ്, അല്ലാതെ ഫേസ് യോഗയിലല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവർ പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രീയമായ ടെർമിനോളജികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഏത് തരം ടെർമിനോളജികൾ? ഈ ലിംഫാറ്റിക് ഡ്രെയിനേജും അല്ലെങ്കിൽ ഫേഷ്യൽ ടോണിംഗ് എന്നോ ഈ ഇവിടെ നിന്നൊക്കെ ഞെക്കിയിട്ട് ഈ ലിംഫിനോട്ടൊക്കെ പോകുന്ന ഇതുണ്ടല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു പഫിനെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനല്ലാതെ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണെന്നുള്ളതിന് ഒരിടത്തും തെളിവില്ല എന്നുള്ള. ഇനി വേറെ കുറച്ച് സംഭവം എന്ന് വെച്ചാൽ, പാർവതി എല്ലായിടത്തും പറഞ്ഞത് ഞാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണ്, അഥവാ ഞാൻ ട്രെയിൻ ചെയ്യുന്നത് സർട്ടിഫിക്കേഷനുള്ള ഒരു ട്രെയിനിങ്ങിലാണ്. ഈ ഒരു കാര്യത്തിന് ഏത് ഗവൺമെൻറ് ബോഡിയാണ് ഇതൊരു സർട്ടിഫിക്കേഷൻ തന്നെ? എനിക്കത് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഈ പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ലെവലിൽ ഇതിനകത്തൊരു സർട്ടിഫിക്കേഷൻ സാധ്യമല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കേഷനാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് അതിനകത്തൊരു ആധികാരികമായിട്ടുള്ള സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു നിങ്ങൾക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റ് തരുന്നു, ഇന്ന ഇത് സംഭവമാണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം അത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് അല്ലാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ തരുന്നൊരു സംഭവത്തിന് ആധികാരികമാക്കിയിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഈ സർട്ടിഫിക്കേഷൻ എനിക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം തരാൻ വേണ്ടിയിട്ട് പറ്റും, അതുകൊണ്ട് ഞാൻ സർട്ടിഫൈഡ് ട്രെയിനർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. നമ്മുടെ ഒന്നും വേണ്ട, സൈക്കോളജിസ്റ്റുകളെ എടുക്കാം. സൈക്കോളജിസ്റ്റിൻ്റെ അകത്ത് 2 തരമുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന പല ആൾക്കാരുകളും സൈക്കോളജിസ്റ്റ് അല്ല, സൈക്കോളജി എന്താണ് ഡിപ്ലോമയോ മറ്റുള്ള കാര്യങ്ങൾ പഠിച്ചായിരിക്കും. അവർക്കൊരിക്കലും ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരവും അവകാശവും ഇല്ല. എന്നാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അതുണ്ട്. അതാ പറഞ്ഞ് 2 രണ്ടാണ്. അപ്പം ഒരു ഡിപ്ലോമ കിട്ടുന്ന സാധാരണ ഒരു സൈക്കോളജി പഠിച്ചതുപോലെ അല്ല, നിങ്ങളൊരു ഡിപ്ലോമ എവിടെ നിന്ന് പഠിച്ചതുപോലെ അല്ല. എന്നാൽ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരാളുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ട് അയാളുടെ ക്യാരക്ടറിനെ അതിന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറയാനോ ഉപദേശിക്കാനോ പാടുള്ളൂ. 2 രണ്ടാണ്. അതുപോലെ തന്നെയാണ് ഈ സാധനം. ഇതിന് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എനിക്കതറിയാൻ ക്യൂരിയോസിറ്റി. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ പാർവതി കൃഷ്ണ കമൻറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ ആണോ, ഗവൺമെൻറ് ആണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്? അത് എവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയം ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് TMJ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകത്തില്ല എന്ന് 100% ഉറപ്പാണ്. ഇത് അറിയാൻ വളരെ താല്പര്യമുണ്ട് കേട്ടോ. സത്യം. അപ്പോൾ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് ഫേസ് യോഗയ്ക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടാവില്ല. അതൊരു കപടമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ദെയർ ഈസ് നോ സയന്റിഫിക് എവിഡൻസ് ഫോർ ദിസ്. എല്ലാം മനസ്സിലായല്ലോ. അദ്ദേഹത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ, നിങ്ങൾ ലൂസി മലയാളം എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലാണ്. ഇപ്പോഴും നല്ല കുറേ കാലത്തിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നൊരു ചാനലാണ്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്തായാലും പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. നമ്മുടെ ഈ പുള്ളിക്കാരത്തിയുടെ മറ്റ് കുറച്ച് കമൻസും കൂടെ നമുക്ക് കാണാം. പുള്ളിക്കാരത്തിയുടെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരത്തിക്ക് ഒന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കാണിക്കാൻ ഒരു ത്വര കാണുന്നുണ്ട്. അതിനൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിനൊരു മറുപടി പാർവതി ഇട്ടേക്കുന്ന മറുപടി, പുള്ളിക്കാരൻ I'm not doing any surgery and I'm not forcing anyone. I'm simply teaching some techniques: muscle activation, lymphatic flow and relaxation.
ഈ മസിൽ ടോണിങ്ങിനും ലിംഫറ്റിക് ഫ്ലോയ്ക്കും ഒക്കെ ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെയാണ് പഠിച്ചത്. അല്ലാതെ ലിംഫറ്റിക് ഫ്ലോയ്ക്ക് കയറി എടാ സുരേഷ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂ. ബട്ട് മോർ ദാൻ ദാറ്റ്, ഇത് പല സ്ത്രീകളുടെയും ഒരു മീ ടൈം ആണ്. പുറമേ നിന്ന് കാണുന്നവർക്ക് ദിസ് ഇസ് ജസ്റ്റ് സം ഫേഷ്യൽ ടെക്നിക്, സം സ്കാം. ഇസ് ഇറ്റ്? ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലും വന്നിട്ട് അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പല സ്ത്രീകളും മറന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു സെൽഫ് കെയർ. ഈ ഒരു അരമണിക്കൂർ എന്റെ ക്ലാസ്സിൽ വന്നിട്ട് അവർ പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. സെൽഫ് കെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എവിടെയോ മറന്നുപോയിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ആവുമ്പം അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് എത്ര വന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാനിത് കണ്ടിന്യൂ ചെയ്തിരിക്കും. ഇഫ് ഇറ്റ് ഹെൽപ്സ് them ഫീൽ ബെറ്റർ, വാട്ട്സ് എ പ്രോബ്ലം? അപ്പൊ ശരി. ഇത് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് നോബഡി ഈസ് ട്രിഗേർഡ്. ഇനി ഇത് അതിൻ്റെ തന്നെ കമൻറ്റ് ബോക്സ് നോക്കാം. ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയി പോകും, ക്ഷമിക്കണം. നോബഡി ഈസ് ട്രിഗേർഡ്. വാട്ട് മിസ്റ്റർ ചന്ദ്രശേഖർ ഡിഡ് സിംപ്ലി പോയിന്റിങ് ഔട്ട് ദാറ്റ് ദർ ഈസ് നോ സയന്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കമൻറ്റ് ഇട്ടു. ചേട്ടൻ ആദ്യം വീഡിയോ ഒന്ന് കാണുമെന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം എന്താ പറയുന്നത്, വുഡ് യു ബി ഏബിൾ ടു പ്രസന്റ് പ്രൂവൺ സയന്റിഫിക് സ്റ്റഡീസ് റിഗാർഡിംഗ് ദിസ് ഫ്രം എനി റെക്കഗ്നൈസേഷൻ മെഡിക്കൽ പിയർ റിവ്യൂവിംഗ് കമ്മ്യൂണിറ്റി? അതിന് മറുപടിയില്ല. വീഡിയോ ചേട്ടൻ കാണുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോയി. വിച്ച് ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് യു? ഈസ് ഇറ്റ് മെഡിക്കലി റെക്കഗ്നൈസ്ഡ് ഓർ ജസ്റ്റ് എ പ്രൈവറ്റ് കോഴ്സ്? അറ്റ്ലീസ്റ്റ് കമന്റ് ഫ്രം യുവർ ഒറിജിനൽ പ്രൊഫൈൽ. അതിന് മറുപടിയില്ല, പകരം നിങ്ങൾ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് കമന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആധികാരിക? നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നത് നിർത്തണം. ഞാൻ പറയുന്നതല്ല, കമന്റ് ബോക്സിൽ പറയുന്നതാണ്. എന്നാൽ ഫ്രീ ആയി കൊടുക്ക്. ഓക്കെ, അപ്പോൾ ഇതാ പറഞ്ഞ് പുള്ളിക്കാരൻ സോ കോൾഡ് തെറാപ്യൂട്ടിക് സെഷൻസ് ആൻഡ് ഫേസ് യോഗ ക്ലെയിംസ് കണ്ടിന്യൂ ബൈ ത്രൈ ഓർ മിസ്ഇൻഫർമേഷൻ ആൻഡ് അൺക്വസ്റ്റ്യൻഡ് ബിലീഫ്. സയൻറ്റിഫിക് ടെമ്പറുള്ള ആർക്കും ഇത് ചോദ്യം ചെയ്യാം, അതിൽ ട്രിഗേർഡ് ആകേണ്ട കാര്യമില്ല. സീരിയസ്ലി പുള്ളിക്കാരത്തി ഇതിനെല്ലാം സത്യം പറയാമല്ലോ, ചേച്ചി ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അത് ഞാനെന്താ പറയാം. ഓക്കെ, ഇതാ പറയുന്നത് സംഭവം. പുള്ളിക്കാരത്തിയുടെ ഒരു ലൈൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയോട് അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി പെട്ടെന്ന് ട്രിഗർ ആവും. അതൊരു ഇങ്ങനൊരു മീഡിയത്തിൽ നിൽക്കുമ്പോൾ അത് ഒരുപാട് പേരുടെ ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് വാങ്ങി ഇങ്ങനത്തെ സംഭവം ചെയ്യുന്ന സമയത്ത് ആൾക്കാരത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മറുപടി വളരെ മാനുഷികമായിട്ട് ചെയ്യാൻ തിരിച്ച് കൊടുക്കാവുന്നുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പുള്ളിക്കാരത്തി ഹലോ സാർ, താങ്ക് യു ഫോർ ദ ഷെയറിംഗ് ദ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് വളരെ സുദീർഘമായ ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവർക്ക് അതിൻ്റെ താഴെയും പുള്ളിക്കാരത്തി എന്താണ് ബെസ്റ്റ് ഇപ്പോൾ ഇത്രയും പറഞ്ഞൊന്നും പാർവതിക്ക് ഒരു അക്ഷരം മനസ്സിലായിട്ടില്ല. അത് ഞാനിട്ട് കമൻ്റ് അല്ല, അവരിട്ട് വേറെ ആൾക്കാരിട്ട കമൻറ്റാണ്. ഇത്രയും പാർവതിക്ക് ഒരു അക്ഷരം മനസ്സിലായില്ലെന്നർത്ഥം. 100 കണക്കിന് ഹാപ്പി കസ്റ്റമേഴ്സ് അല്ല, ലക്ഷക്കണക്കിന് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരിക്കലും ഫേസ് യോഗ ശരിയാണെന്നും എഫക്റ്റീവ് ആണെന്നും തെളിവില്ല. അനുഭവമുള്ള ഒരു സയന്റിഫിക് എവിഡൻസ് അല്ല. ഇറ്റ്സ് ഓൺലി പ്ലാസിബോ എഫക്റ്റ്. പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ച് പറയുന്നു. ഹാപ്പി ഈസ്റ്റർ എന്ന് പുള്ളിക്കാരത്തി പറയുന്നത്, ഹാപ്പി ഡേയ്സ് ആണെന്ന് പറയുന്നു. ആർക്കും മനസ്സിലാവത്തുണ്ടാവും ഇംഗ്ലീഷ് കമൻറ്റ്. സെയിം ഓൾഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ പലയിടത്തും പല ആൾക്കാരും പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പുള്ളി അതിന് മറുപടി പറയുന്നില്ല. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇതുപോലെ തന്നെയാണ്, എന്നിട്ട് ജെനുവിൻലി അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ബോക്സ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യും. ഇതല്ലേ നിങ്ങളുടെ സ്ഥിരം പരിപാടി. പുള്ളിക്കാരത്തി ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും അതിനെക്കുറിച്ച് ജെനുവിനായിട്ട് അഭിപ്രായം പറഞ്ഞാൽ അതിനകത്തും പുള്ളിക്കാരത്തി ആ കമൻറ്റും ഇട്ട ആളെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നു. ഇന്ന് എനിക്കറിയത്തില്ലാത്ത കാര്യമാണ്. ഇവർക്ക് ഫേസിൽ ഒരു മാറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ സയൻറ്റിഫിക്കായി പറഞ്ഞപ്പോൾ അത് ബോധ്യമായി. താങ്ക് യു ചന്ദ്രശേഖർ സാർ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതിൻ്റെ താഴെ പുള്ളിക്കാരത്തി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ണിൽ വച്ചേക്കുന്ന ഗ്ലാസ് ഒന്ന് മാറ്റി നോക്കിയാൽ മതി എന്ന് പുള്ളിക്കാരത്തി അവിടെയും വന്ന് കമൻറ്റ്. അയ്യോ, അത് ജന്മനാ ഉള്ളതാ. എന്തായാലും ചേച്ചിയെ പോലെ കണ്ണ് കാണാത്ത പ്രശ്നമൊന്നും എനിക്കില്ല. ഇല്ലാത്തത് എന്തിന് പറയണം, ഉള്ളത് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. ഈ പെണ്ണുമ്പുള്ള ഫുൾ ഉടായ്പാണ്. ഗ്ലൂട്ടാത്തയോൺ ജ്യൂസ് കഴിഞ്ഞ് അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ലിങ്ക് ചോദിച്ച് കുറേ എണ്ണം. ഈ ഗ്ലൂട്ടാത്തയോണൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും പാർവതിക്ക് അതും ഈ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടോ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള? അപ്പോൾ പറയും കുറേ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു, ഇപ്പോൾ ഞാനും പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയാണോ? അതാണോ അതിൻ്റെ ശരി? ഡോക്ടർ അംജൽ MD എന്ന ഡോക്ടറുണ്ട്, എയിംസിൽ നിന്ന് ഗ്രാജുവേഷനുള്ള ആളാണ്. ഗ്ലൂട്ടാത്തയോൺ ജെന്യൂനായിട്ട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ പറയുന്ന ആളാണ്. പുള്ളിക്കാരി ഈ ഫേസ് യോഗ പക്ക സ്കാം ആണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരി ഈ ബോഡിയിലെ ബാക്കി മസിലിനെയൊക്കെ ജിമ്മിലെ പോലെ വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കുന്നത് പോലെ ഫേഷ്യൽ മസിൽ ഒന്നും ചെയ്ത് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ അനാട്ടമി ബാക്കിയുള്ളതിനെ വെച്ച് ഡിഫറൻ്റ് ആണ് എന്ന്. ഇൻഫാക്ട് ഫേസ് യോഗ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ് ചെയ്ത് മസാജ് ചെയ്താൽ ഉള്ള റിങ്കിൾസ് ആൻഡ് ഫേസ് ലൈൻസ് കൂടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഡിസഡ്വാൻറ്റേജസാണ്. ഡോക്ടർ ജുഷ്യ സെരിൻ വേറെ ഒരു ഡെർമറ്റ് ആണ്. ഇവരും അതേ കാര്യമാണ് പറയുന്നത്. എന്തേലും കുറച്ച് സയൻറ്റിഫിക് ടേംസും കയറ്റി നാച്ചുറൽ എന്ന് പറഞ്ഞ് വന്നാൽ ഒരുപാട് പേരെ പറ്റിക്കാൻ പറ്റും എന്നതിൻ്റെ എക്സാമ്പിളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അങ്ങോട്ട് വിമർശിക്കുക. അന്നേ ഈ സംഭവം കമൻറ്റ് ബോക്സ് ചോദിച്ചതാ, ഫുൾ ഉടായ്പ് എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാൻ കുറേ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതിയെ അങ്ങ് വിമർശിക്കുന്നു. പക്ഷെ പാർവതി പറയുന്നു ഇതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ്. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ.
പാർവതിക്ക് പറ്റുമെങ്കിൽ പറയേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന ഫേസ് യോഗയ്ക്ക് സയന്റിഫിക് ആയിട്ടുള്ള അടിത്തറ ഉണ്ടോ? നിങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കും ഓക്കെയാണ് എന്നുള്ളൊരു കാര്യം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന 100 പേരോ 200 പേരോ ഈവൻ 1,00,000 പേരോ അല്ലാതെ കാണുന്നത്, മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് പല ആൾക്കാരിലേക്ക് ഒരു മിസ്ഇൻഫർമേഷൻ ആയിട്ട് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കണ്ടേ? പിന്നെ ഇതെല്ലാം ഓരോ മനുഷ്യന്മാരും, നമ്മളിപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ള സർവീസ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെയ്ഡായിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു സ്കാമാണോ എന്ന് ആൾക്കാർ പറഞ്ഞാൽ അതല്ല എങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അല്ലാതെ ഞാനിത് കൊടുക്കുന്നതുകൊണ്ട് ആരെയും ട്രിഗർ ചെയ്യുന്നില്ല, സർജറി ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമേ ഒരാളെ അനലൈസ് ചെയ്തിട്ട് അയാളുടെ എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം, അതിന് മറുപടി അല്ലെങ്കിൽ അത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നത്തിനെ കണ്ടെത്താൻ പോലും പറ്റൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഉപദേശമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇതും. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാത്തൈനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഇതിനകത്ത് ബ്യൂട്ടി വ്ളോഗർ എന്ന് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ എന്തോ താല്പര്യമില്ല എന്നൊക്കെ പറയും. എന്തായിരുന്നാലും താങ്കളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും താങ്കൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ തെറിപിടിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, വരട്ടെ, നമുക്ക് അതിനുശേഷം നമുക്ക് നോക്കാം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ഫേസ് യോഗ എന്നുള്ളതിനെ കുറിച്ച് പാർവതി കൃഷ്ണയുടെ ഈ പറഞ്ഞ പരിപാടിയിൽ പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ മാന്യമായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആണ് ഗൈസ്, ബൈ.